ഹായ് ഡിയേഴ്സ്, എന്തു പറയുന്നു? അപ്പോൾ ഇന്ന് ചപ്പാത്തിയും പിന്നെ എൻ്റെ സ്പെഷ്യൽ തക്കാളി തോരനാണ് കേട്ടോ. വിത്തിൻ സെക്കൻഡ് നമുക്ക് തക്കാളി തോരൻ ഉണ്ടാക്കാം. അപ്പോൾ 3 തക്കാളിയും പിന്നെ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ഈ തക്കാളിയും ചപ്പാത്തിയും നല്ല കോമ്പിനേഷനാണ്. ചോറും ഈ തക്കാളി പിന്നെ തൈരും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഒരു ചേച്ചി പറയേ, ഞാൻ ഇന്ന് തക്കാളി അവിയലായിരുന്നു പറയും. എനിക്ക് തക്കാളി കൊണ്ട് മാത്രം അവിയലോ? തക്കാളി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം അല്ലേ? തക്കാളി ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അതിൻ്റെ കളറും എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റും. തക്കാളി തൊക്ക് കഴിച്ചിട്ടുണ്ടോ എല്ലാവരും? അയ്യോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഇതിൽ ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, അത്ര ഈസിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ടു. കുട്ടികൾക്ക് പോലും ചെയ്യാവുന്നൊരു കുഞ്ഞു കറിയാണ് കേട്ടോ തോരൻ. കറി പോലെ ആക്കാം, തോരനാക്കാം. തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അത്രമാത്രം. ഇങ്ങനെ മൺപാത്രം ആയതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. മറ്റുള്ള പാത്രത്തിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതായിട്ടും കുക്കിംഗ് ടൈം ഇതിൽ വളരെ കുറവാണ്. ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. ഇതറിയോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റി വരണം. വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇതിലൊരു മോഡിഫിക്കേഷൻ നടത്തി. ഇതിൽ വേണമെങ്കിൽ നാളികേരപ്പാൽ ഒഴിച്ചാൽ വേറെ ടേസ്റ്റാണ്, തൈര് ഒഴിച്ചാൽ വേറെ ടേസ്റ്റാണ്. തക്കാളി മാത്രം ഇട്ടോ, പക്ഷെ ഞാൻ ചെയ്യുന്നത് നാളികേരം മാത്രം ഇടുക, അതിന് വേറൊരു ടേസ്റ്റാണ്. ഇനി ഇത് മാത്രം നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ ആ ചമ്മന്തിക്ക് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എത്ര റെസിപ്പി നോക്കൂ. നാളികേരപ്പാൽ ചേർക്കാം, നമുക്ക് തൈര് ചേർക്കാം, നാളികേരം മാത്രം ചേർക്കാം, ഇത് തന്നെ ഒന്ന് വഴറ്റിയിട്ട് ചമ്മന്തിയാക്കാം. ഒക്കെ നമ്മൾ ഒരു ഇതുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാലും എല്ലാം വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ നാളികേരം തക്കാളിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നോക്കൂ, നല്ലൊരു തക്കാളി തോരനല്ലേ? എന്ത് ടേസ്റ്റ് അറിയോ? എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചപ്പാത്തിക്കും അതെ, ചോറിനും അതെ, നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. വിത്തിൻ സെക്കൻഡ് നമുക്ക് കറിയൊക്കെ റെഡിയായി കഴിക്കാം. ചിലപ്പോൾ നമുക്ക് നല്ല വിശപ്പാവുമല്ലോ. അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിക്കും. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ദോശക്കല്ലിൽ തന്നെയാണ് ചപ്പാത്തി ചുടുന്നത്. ദോശക്കല്ലും ചപ്പാത്തിയും സെപ്പറേറ്റ് ആവുന്നതാണ് നല്ലത്. അപ്പോൾ അത്ര ദോശ ഉണ്ടാക്കുമ്പോൾ ഒട്ടി പിടിക്കില്ല. പിന്നെ ഇരുമ്പിൻ്റെ പാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ദോശക്കല്ലിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ആക്കി എടുക്കാം. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ആ ചൂടോടുക്കനെ എണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശ ഒട്ടി പിടിക്കില്ല. ഇതൊരു കുഞ്ഞു ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തക്കാളി തോരൻ ഇഷ്ടപ്പെട്ടുമല്ലോ? ഒന്ന് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.